ഗുഡ് മോർണിംഗ്. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവർക്കും ഇന്ദുസ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളിലേക്ക് നമുക്ക് പോവാം അല്ലേ? അപ്പോൾ വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ തന്നെ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. സബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്ത് കൂട്ടാക്കണേ. ബെല്ലൈക്കണും ഓൾ എന്നുള്ള ഓപ്ഷനും ഇനേബിൾ ചെയ്യുന്ന സമയത്ത് ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. എന്നും രാവിലെ 10 മണിക്ക് കുഞ്ഞു വീഡിയോ ആയിട്ട് വരാറുണ്ടേ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളിലേക്കൊക്കെ പോവാം അല്ലേ? കഴിഞ്ഞ വീഡിയോയിൽ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടാവണേ. അപ്പോൾ ഇത് ഇവിടേക്ക് നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് അപ്പൂസും എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. ഇത് വൈകുന്നേരം ഞാൻ ചെയ്തിരിക്കുന്ന പരിപാടിയാണ് കേട്ടോ. ഒരു 5 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ആ ഒരു ടൈമിൽ ഞാൻ ഇറങ്ങിയ സമയത്ത് അപ്പൂസും കൂടെ വരണമോയെന്ന് പറഞ്ഞ് അങ്ങനെ നിന്നതുകൊണ്ടാണ് കേട്ടോ അവനെയും കൂടി ഇങ്ങോട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ രാവിലെ മുതലുള്ള വിശേഷങ്ങളിലേക്ക് ഇങ്ങോട്ട് പോവാം അല്ലേ? രാവിലെ അതേ ഗ്രീൻ പീസിൻ്റെ യെല്ലോ പീസ് വെച്ചിട്ടുള്ള കറിയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണത് കേട്ടോ. ഗ്രീൻ പീസിൻ്റെ അത്ര ടേസ്റ്റും കാര്യങ്ങളൊന്നും ഈ ഒരു കടലയ്ക്കില്ല എങ്കിൽ കൂടി കുഴപ്പമില്ല. നമുക്ക് ഓരോ ദിവസം കഴിയുന്നതും വെച്ചിട്ട് ഓരോന്നും നിങ്ങൾ മാറ്റി മാറ്റി ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ അവിടെ ആവാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. കൂട്ടത്തിൽ തന്നെ ചായയും കൂടെ വെച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യം തന്നെ ഞാൻ ചായയാണ് ഒരു സ്റ്റൗവിൽ വെക്കാറുള്ളത് കേട്ടോ. എന്ന് വെച്ചാൽ എന്താ വെച്ചാൽ നമ്മൾ ചായ ഉണ്ടാക്കി കഴിഞ്ഞ് അതിൻ്റെ കൂടെ ചായക്കുള്ള കടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോഴേക്ക് നമ്മൾ ആ ചായ കറക്റ്റ് ചൂടായിട്ടുണ്ടായിരിക്കും. ഇവിടെ ആർക്കും ഒരുപാട് ചൂടുള്ള ചായ കുടിക്കണം എന്നില്ല കേട്ടോ. അപ്പോൾ ചെറിയൊരു ചൂടുള്ള ചായ കിട്ടിയാൽ മതി എല്ലാവർക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കറക്റ്റ് ചൂടായി കിട്ടും. ആ ഒരു ടൈം ആകുമ്പോഴേക്ക് ആ ചായ അവിടെ ആവുന്ന സമയം കൊണ്ട് നമുക്ക് അടുത്ത പരിപാടി റെഡിയാക്കാനുള്ള ഒരു ടൈമും കൂടെ ഉണ്ടാവും ചെയ്യും കേട്ടോ. അപ്പോൾ അങ്ങനെ അതേ ചായ അവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ കുക്കറും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഇന്നിപ്പോൾ ഇവർ എല്ലാവരും നേരത്തെ എണീറ്റിട്ടുണ്ട് കേട്ടോ. ഞാൻ എണീറ്റ് ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവരും എണീറ്റ് വന്നിട്ടുണ്ട്. അപ്പൂസൊക്കെ ഇന്ന് നേരത്തെ എണീറ്റിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. നമ്മൾ എന്തെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര വർത്തമാനമായിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സമയത്ത് എനിക്കൊരു വോയിസും കൊടുക്കാൻ പറ്റില്ല കേട്ടോ. നോർമലായിട്ടുള്ള വോയിസ് കൊടുക്കൽ അപൂർവമായിട്ടേ കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ അതിന് ഞാനങ്ങനെ മറുപടി കൊടുത്തോണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അതേ നമ്മൾ ഇന്ന് ഉണ്ടാക്കിയെടുക്കുന്നത് വെള്ളപ്പമാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ ഇന്നലെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വെള്ളപ്പത്തിൻ്റെ റെസിപ്പി എന്ന് പറയാൻ അത്ര നല്ല വെള്ളപ്പമൊന്നുമായിട്ട് എനിക്ക് കിട്ടാറില്ല. ഇന്നിപ്പോൾ ഞാനൊന്ന് ഉണ്ടാക്കാലോ എന്ന് വിചാരിച്ചിട്ട് തുടങ്ങിയതാണ് കേട്ടോ. നമ്മൾ കുറേ ദിവസമായി വെള്ളപ്പം ഉണ്ടാക്കിയിട്ട്. ഇനി എൻ്റെ ചട്ടീൻ്റെ കുഴപ്പമാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. വലിയ കനമുള്ളൊരു ചട്ടിയായിട്ട് എനിക്കത് തോന്നിയിട്ടില്ല. ഇത് പെട്ടെന്ന് ഇങ്ങോട്ട് ചൂടാവുന്ന ഒരു ചട്ടിയായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ടൊക്കെ ആയിരിക്കും നല്ല ചൂട് പെട്ടെന്ന് കൂടും കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ഇന്നലെ വെള്ളപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ചെയ്ത പരിപാടിയൊന്നും ആയിരുന്നില്ല. പക്ഷേ വെള്ളപ്പത്തിൻ്റെ ചട്ടിയിൽ നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തുടങ്ങിയതാണ് കേട്ടോ. അങ്ങനെ പച്ചരിയും തേങ്ങയും കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അരച്ചപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ രാത്രി എനിക്ക് തോന്നി പിറ്റേ ദിവസത്തേക്ക് കുറച്ച് തേങ്ങ ചിരവി വെക്കണം എന്നുള്ളത് തോന്നി കേട്ടോ. അതുകൊണ്ട് ഞാൻ 2 തേങ്ങ പൊട്ടിച്ചിട്ട് അത് ചിരവി വെക്കുന്ന സമയത്ത് ആ തേങ്ങ പൊട്ടിക്കണ സൗണ്ട് കേട്ട് അപ്പൂസ് വന്നു. പക്ഷെ അവന് വെള്ളം വേണ്ട എന്ന് പറഞ്ഞു കേട്ടോ. അപ്പം ഞാൻ ആ വെള്ളം എടുത്തിട്ട് നമ്മുടെ അരച്ച് വെച്ചിരിക്കുന്ന മാവിലേക്ക് ഒഴിച്ചു വെച്ചതാണേ. അങ്ങനെയാണ് അതിലേക്ക് തേങ്ങയുടെ വെള്ളം കിട്ടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ പിറ്റേ ദിവസം ഉണ്ടാക്കുന്ന സമയത്താണ് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതേ നമ്മൾ വെള്ളപ്പച്ചട്ടിയിൽ അപ്പം ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ വലിയ കുഴപ്പമൊന്നുമില്ല. നമ്മളിപ്പോൾ വീഡിയോസിൽ കാണുന്നത് പോലെ അതുപോലെ കടയിൽ നിന്ന് വാങ്ങുന്നത് പോലെയുള്ള വെള്ളപ്പൊന്നും ആയിട്ടില്ല എന്നേ ഉണ്ടായിരുന്നുള്ളൂ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളപ്പം തന്നെയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. കുഴപ്പമൊന്നുമില്ല, നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളിവിടെ വെള്ളപ്പം ഉണ്ടാക്കുന്ന ആ ഒരു ടൈമിൽ അതിൻ്റെ നടുക്ക് കുറച്ച് കൂടുതൽ മാവ് ഒഴിക്കില്ല കേട്ടോ. അങ്ങനെ ആ വെള്ളപ്പത്തിൻ്റെ ചട്ടി ചുറ്റിയെടുക്കില്ലേ, ആ ചുറ്റിയെടുക്കാൻ പാകത്തിനുള്ള മാവ് മാത്രമേ അതിൽ ഒഴിക്കുള്ളൂ കേട്ടോ. അതിൻ്റെ നടുക്ക് ഇങ്ങനെ കട്ടിയിൽ മാവ് ഇരിക്കാൻ വേണ്ടിയിട്ട് ഉള്ളത് നമ്മൾ ഒഴിക്കാറില്ല കേട്ടോ. അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ ആ കട്ടിയുള്ള ഭാഗം മാറ്റി വയ്ക്കും. എന്നിട്ട് അതിന് ബാക്കി ഭാഗങ്ങൾ മാത്രമേ ഇവിടെ എല്ലാവരും കഴിക്കുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഉണ്ടാക്കാറില്ല. പിന്നെ അതേ നമ്മളതങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കണതിൻ്റെ ഇടയ്ക്ക് ഇത് നമ്മളിന്ന് പാൽച്ചായയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ പാൽച്ചായ ഇങ്ങനെ കുടിക്കുന്നത് കൊണ്ടാണ് തോന്നുന്നു അപ്പൂസിന് കഫക്കെട്ട് മാറാത്തത് കേട്ടോ. അപ്പോൾ ഞാൻ
ഈ വീഡിയോ എടുത്തത് രാവിലെയും എഡിറ്റ് ചെയ്യുന്നത് രാത്രിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ടൈമിൽ ഞാനിങ്ങനെ ചിന്തിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് രാവിലെ വൈകുന്നേരമൊക്കെ മിക്കവാറും ഇവിടെ പാൽച്ചായയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ടായിരിക്കുമോ ഇനിയിപ്പോൾ കഫക്കെട്ട് മാറാത്തത് എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് ഏതായാലും ഇനി പാൽച്ചായ വേണ്ടാന്നൊക്കെ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ചിലപ്പോൾ നേരം വെളിച്ചാവുന്ന സമയത്ത് വീണ്ടും ചിലപ്പോൾ പാൽച്ചായ ഉണ്ടാക്കാനാവും തോന്നുക. അപ്പൂസാണെന്നുണ്ടെങ്കിൽ പാൽച്ചായ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് പിന്നെ പാലിരിക്കണുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പാൽച്ചായ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഏതായാലും ഞാൻ നോക്കാം, അങ്ങനെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും നമ്മൾ ദേ ഇവിടെ അപ്പം ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഒരു കാര്യമായിട്ടൊന്നും അല്ല കേട്ടോ, പക്ഷേ ഇന്ന് വൈകുന്നേരം ഉള്ളൊരു കാര്യമാണ് കേട്ടോ. അപ്പോഴേക്കും ഇതേ നമ്മുടെ വെളിച്ചെണ്ണ കുപ്പിയിലുള്ള എണ്ണയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അതൊന്ന് ഒഴിച്ച് വെക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങളിത് കണ്ടില്ല, നമ്മുടെ വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചിട്ട് അതിൻ്റെ അടിയിൽ തണുപ്പുകൊണ്ട് കട്ടയായി വരുന്നത് കണ്ടില്ലേ? മുകളിലേക്ക് തെളിഭാഗവും അടിയിലേക്ക് കട്ടയായി നിൽക്കുന്നത് കണ്ടില്ലേ? തണുപ്പ് അത്ര വലിയ തണുപ്പല്ലാത്തത് കൊണ്ടാണ് കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പാത്രത്തിൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഒഴിച്ച് വെച്ചിരിക്കുന്ന എണ്ണ അത് ഫുള്ളായിട്ട് കട്ടയായിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് അത് ഞാൻ കയ്യിൽ വെച്ച് കോരി ഒരു സ്റ്റീൽ പാത്രത്തേക്ക് ഒഴിച്ച് ആ സ്റ്റീൽ പാത്രം ഒന്ന് ചൂടാക്കി എടുത്തിട്ട് ആ എണ്ണ ഉരുക്കിയിട്ടാണ് ഞാൻ കുപ്പിക്ക് ഒഴിച്ചിട്ടുണ്ടായിരുന്നത്. ഏതായാലും ഇപ്രാവശ്യം അത്രയ്ക്ക് തണുപ്പ് അങ്ങോട്ട് ഇപ്രാവശ്യമല്ല, ഈ ഒരു ഒന്നൊന്നര ആഴ്ച കഴിഞ്ഞതുകൊണ്ടാണ് തണുപ്പിന് മാറ്റം വന്നത്. അതുകൊണ്ടാണ് ഈ എണ്ണ ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതേ ഇനി എണ്ണയൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ അപ്പം ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്, അത് കഴിഞ്ഞ് ചോറ് വയ്ക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അത് അവിടെ നിൽക്കട്ടെ, ഇനി ഞാൻ അടുത്ത കാര്യം പറയാം കേട്ടോ എന്താണെന്നുള്ളത്. ഇന്ന് വൈകുന്നേരം ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കാപ്പി കേട്ടോ, ഇന്ന് കാപ്പിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കാപ്പി കുടിച്ചുകൊണ്ട് ശർക്കര കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ മനുവും സ്കൂളൊക്കെ വിട്ട് വന്ന് ഇങ്ങനെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ ഒരു ടൈമിലാണ് അവൻ പറഞ്ഞത്, എന്താണെന്നറിയണ്ടേ, അവൻ്റെ സ്കൂളിൽ നിന്ന് പായസം ഉണ്ടായിരുന്നു പോരെ. ഇവിടെയാണെന്നുണ്ടെങ്കിൽ പായസം ഉണ്ടാക്കിയിട്ട് കുറച്ച് ദിവസം ആവും ചെയ്ത്. ഇത് പറഞ്ഞത് ആരോടാണ്? അപ്പൂസിനോടും. അപ്പൂസിന് പായസമൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഇഷ്ടമാണ് കേട്ടോ. ഒരുപാട് അങ്ങോട്ട് കുടിക്കില്ലെങ്കിലും അവന് ഇഷ്ടമാണ്, കുടിക്കും. അപ്പം അങ്ങനെ അവൻ പറഞ്ഞു. അവൻ പറഞ്ഞ സമയത്ത് അപ്പൂസ് ഇങ്ങനെ നോക്കുന്നുണ്ട്. പക്ഷെ എന്നോട് പായസം എന്ന് പറഞ്ഞതൊന്നുമില്ല കേട്ടോ. പക്ഷേ എനിക്ക് എന്തോ ഒരു ഇതായിട്ടോ. അവൻ എന്നോടാണ് പറഞ്ഞതെന്ന് വെച്ചാൽ കുഴപ്പമുണ്ടായിരുന്നില്ല, അപ്പൂസിനോടാണ് പറഞ്ഞത്. പിന്നെ പറഞ്ഞ ടൈം എന്ന് പറഞ്ഞാൽ 6 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ 6 മണി ടൈമിൽ എനിക്ക് അവനെ കടയിലേക്ക് പറഞ്ഞേക്കാൻ തോന്നിയില്ല. മനുവിനെ 6 മണിയൊക്കെ ആയതുകൊണ്ട് കടയിലേക്ക് പറഞ്ഞേക്കാൻ തോന്നിയില്ല. ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു പാക്ക് പാല് വാങ്ങിയിട്ട് ഒരു പായസം ഉണ്ടാക്കായിരുന്നു. ഒന്നുമില്ലെങ്കിൽ ഒരു 3-4 ഗ്ലാസ് പായസം മതിയല്ലോ. ഇനിയിപ്പോൾ അര ഗ്ലാസ് വെച്ച് നോക്കുകയാണെങ്കിലും 2 ഗ്ലാസ് പായസം ഉണ്ടാക്കായിരുന്നു. പക്ഷേ 6 മണി ടൈം ആയതുകൊണ്ട് എനിക്ക് പറഞ്ഞേക്കാൻ തോന്നിയില്ല എന്നുള്ളതാണ് സത്യം കേട്ടോ. അപ്പം നമുക്ക് നാളെ ഒരു പായസം ഉണ്ടാക്കിയാലോ എന്ന് വിചാരിക്കുന്നുണ്ട്. വലിയ ഐറ്റംസ് പായസമൊന്നുമല്ല, പക്ഷെ ഒരു ഉടായ്പ് പായസം. ഇപ്പം ഞാൻ എന്താ ഓർത്തത് എന്നറിയോ, അംഗനവാടിയിൽ ഒരു കുട്ടി പറഞ്ഞിരിക്കണില്ലേ, ബിരിയാണി പൊരിച്ച ചിക്കനും ഒക്കെ കൂട്ടിയിട്ട് ഭക്ഷണം വേണമെന്നുള്ളൊരു ക്ലിപ്പ് ഇപ്പോൾ വൈറലായിട്ടുണ്ടല്ലോ. ആ ഒരു കാര്യമാണ് ഞാൻ ഓർത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഏതായാലും ഇനിയിപ്പോൾ പറഞ്ഞ സ്ഥിതിക്ക് ഒരു ഉടായ്പ് പായസമെങ്കിലും നമ്മളിവിടെ ഉണ്ടാക്കണം എന്ന് എനിക്ക് തോന്നി കേട്ടോ. ഇവിടെ അങ്ങനെ എന്താ വെച്ചാൽ, ഇവിടെ ഒറ്റയ്ക്ക് നമ്മളിപ്പോൾ എന്തെങ്കിലും പുറത്തുനിന്ന് കഴിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു സംഭവം വീട്ടിലേക്ക് കൊണ്ടുവരും. പുറത്ത് പോയിട്ട് നമ്മൾ അങ്ങനെ കഴിക്കില്ല, എങ്കിൽ കൂടി അങ്ങനെ എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ അതേ സംഭവം വീട്ടിലേക്ക് കൊണ്ടുവരും. എൻ്റെ വീട്ടിലുണ്ടായിരുന്ന ഒരു സംഭവം ഇതുപോലെ തന്നെയാണ് കേട്ടോ. എന്ന് വെച്ചാൽ പുറത്തുനിന്ന് നമ്മൾ ഒരു ചായയെങ്കിലും, ഞാനല്ല കേട്ടോ, പാരൻസ് അച്ഛനും അമ്മയൊക്കെ ഒരു ചായയെങ്കിലും കുടിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവരെന്തായാലും എന്തെങ്കിലും കൊണ്ടുവന്നിരിക്കും. കാരണം അവർ എന്താ പറയുക, വീട്ടിലേക്ക് ആ ഒരു ടൈമിൽ എത്തില്ല എന്ന് വിചാരിച്ച് നിൽക്കുന്ന ആ ഒരു ടൈം ആയതുകൊണ്ട് മാത്രമായിരിക്കും അവർ പുറത്തുനിന്ന് കഴിച്ചിട്ടുണ്ടാവുക കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ അച്ഛനൊക്കെ ആണെന്നുണ്ടെങ്കിൽ അച്ഛൻ കടിയൊന്നും അങ്ങനെ കഴിക്കില്ല കേട്ടോ, പക്ഷെ ഒരു ഗ്ലാസ് ചായ കുടിക്കും. അങ്ങനെ എന്തെങ്കിലും ഇവർ കുടിച്ചിട്ടുണ്ടോ എന്നാൽ പിന്നെ എന്തെങ്കിലും കൊണ്ടുവരും. ആ ഒരു ശീലം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ പുറത്ത് പോവുകയാണോ, ഞാൻ ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ ഒന്നും കഴിക്കില്ല കേട്ടോ. എങ്ങനെയായാലും ഞാൻ പിടിച്ച് നിൽക്കും, ഒന്നും കഴിക്കില്ല. പക്ഷെ ഞാൻ എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടോ, ഇനി ഒറ്റയ്ക്കല്ലാതെ തന്നെ എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടോ, പിന്നെ എന്തെങ്കിലും വീട്ടിലേക്ക് കൊണ്ടുവരണം കേട്ടോ. അതിപ്പോൾ ഞാൻ ഇപ്പോൾ ഈ വീട്ടിലായ സമയം തൊട്ടാണെങ്കിലും ഏട്ടൻ്റെ വീട്ടിലാണെങ്കിലും
ഇനിയിപ്പോൾ എൻ്റെ വീട്ടിലാണെങ്കിലും ഞാൻ എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടോ എന്തായാലും എന്തെങ്കിലും കൊണ്ടുവന്നിരിക്കും കേട്ടോ വീട്ടിലേക്ക്. അത് അങ്ങനെയുള്ളൊരു ശീലമാണ് കേട്ടോ അന്ന് മുതലേ. അപ്പോൾ ഇനി നാളെ എന്തെങ്കിലും പായസം, ഉടായ്പ പായസമെങ്കിലും ഉണ്ടാക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതേ നമ്മൾ നെല്ലിക്ക കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് അച്ചാറിടാനും അതുപോലെ തന്നെ കുറച്ച് ലേഹ്യം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ അത്. അപ്പോൾ അതേ ഞാനൊന്ന് ചൂടാറിയതിന് ശേഷം, ഇത് ഉച്ചയ്ക്ക് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. എന്തിലേക്കുള്ളത് ലേഹ്യം ഉണ്ടാക്കാനുള്ളത് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് കുറച്ച് മധുരം നന്നായിട്ട് കൂട്ടിയിടാമെന്ന് വിചാരിച്ചു. കാരണം കഴിഞ്ഞ പ്രാവശ്യം അപ്പൂസ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്രാവശ്യം നന്നായിട്ട് മധുരം ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവൻ ആ നെല്ലിക്കയുടെ ചവർപ്പൊന്നും കിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് കഴിച്ചോളെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഞാൻ ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതെ അതൊക്കെ ഒന്ന് ചൂടാറി തണുത്ത് വന്നു. അപ്പോഴേക്ക് ഞാനതൊക്കെ ഒന്ന് മാറ്റിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു കുപ്പിയിലിട്ടേക്കാം. അത് നമ്മൾ ഫ്രിഡ്ജിലൊന്നും വെക്കണില്ല കേട്ടോ. ഞാൻ അത്യാവശ്യത്തിന് നെയ്യൊന്നും ഒഴിച്ചിട്ടില്ല. കുറച്ച് നെയ്യ് മാത്രമേ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. പിന്നെ അതേ ഫ്രിഡ്ജിലൊന്നും വെക്കാതെ തന്നെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അത് അധികമൊന്നും ഉണ്ടാക്കിയിട്ടില്ല, കുറച്ച് ഉണ്ടാക്കിയിട്ടേ ഉള്ളൂ. ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയിട്ട് അപ്പൂസ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അവനാണെങ്കിൽ എന്നും വയ്യായികയാണല്ലോ. അപ്പോൾ അതേ അതൊക്കെ കഴിഞ്ഞു. അച്ചാർ ഞാനിതേ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി അതിൻ്റെ പരിപാടികളൊക്കെ നാളെ കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ട് വേണം ചെയ്യാൻ കേട്ടോ. അതുകൊണ്ട് മാറ്റി വെച്ചിട്ടുണ്ടേ. കുറച്ച് മുളക് പൊടിയും ഉപ്പും ഇട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. ബാക്കി നമുക്ക് നാളെ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അതെ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ ഇത്രയാണ് ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. ഇത്ര നേരം കണ്ടുകൊണ്ടിരുന്ന ആരെങ്കിലും സബ് ചെയ്യാതെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്ത് കൂട്ടാക്കണേ. അപ്പോൾ ഇനി നാളെ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അല്ലേ. അതുവരെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുക. എല്ലാവർക്കും നാളെ നല്ലൊരു ദിവസം ആവട്ടെ. അപ്പോൾ ടാറ്റാ ബൈ, സീ യു, ടേക്ക് കെയർ.